ഹായ് ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് ബോർഡിൽ കണ്ട പോലെ നമ്മളൊരു 1 ഡേ അതിരപ്പള്ളി സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. ജസ്റ്റ് അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് ഒരു ദിവസം അവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുക. എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതൊന്ന് നമ്മളൊറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുക, തിരിച്ചു പോരുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോണ വഴി ഡ്രീം വേൾഡൊക്കെ കണ്ടു. ഡ്രീം വേൾഡൊക്കെ കുറേ പഴയതായ പോലെ തോന്നി. കാരണം പണ്ടത്തെ പോലെ ആളും ബഹളമൊന്നുമില്ല, ഭയങ്കര സൈലൻറ്റ് കാം ആയി മാറി. ഇപ്പോൾ വണ്ടർലയാണ് ട്രെൻഡെന്ന് തോന്നുന്നു, അവിടെയാണ് എല്ലാവരും പോകുന്നതെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം ഞാനും എൻ്റെ കസിൻസും കൂടി വന്നപ്പോഴും ഡ്രീം വേൾഡ് ഇതേപോലെ ഭയങ്കര വീക്കെൻഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിരപ്പള്ളിക്ക് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. ആദ്യം അവിടെ പോയിട്ട് പിന്നെ റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് ഒട്ടും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് അവിടെ ഇവിടെയുമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഫോമിലാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലെത്തി. എൻട്രൻസ് നമ്മൾ ടിക്കറ്റ് എടുത്തു 2 പേർക്കും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് മെല്ലെ നടക്കുകയാണ്. മഴ ആയതുകൊണ്ടും നല്ല ചളിപിളി ആയതുകൊണ്ടും നടക്കാൻ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ എങ്ങനെയൊക്കെയോ നടന്ന് അവിടെ എത്തി. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ ഫസ്റ്റ് കാണുന്ന വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. നല്ല റെയിൻഫോളുള്ള ടൈം ആയതുകൊണ്ട് ഭയങ്കര ഹെവി വാട്ടർഫോളായിരുന്നു. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഇപ്പം അതിൻ്റെ ഫ്ലോൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. നമുക്ക് ചിലപ്പോഴൊക്കെ കണ്ടാൽ പേടിയാകും, ബട്ട് സ്റ്റിൽ ദ വ്യൂ അത് അടിപൊളിയാണ്. പിന്നെ താഴോട്ട് പോകുന്ന വഴി അത്ര അങ്ങോട്ട് സുഖകരമായിരുന്നില്ല, ബട്ട് സ്റ്റിൽ താഴെ പോന്നു. താഴെ നിന്ന് വ്യൂ എൻജോയ് ചെയ്തു, കുറച്ച് നനഞ്ഞു. മൊത്തത്തിൽ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ റിസോർട്ടിലേക്ക് മൂവ് ചെയ്തു. ദി ആങ്കറേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോർമൽ റിസോർട്ടായിരുന്നു. അവിടെ വന്നു. ചെറിയൊരു റൂം ടൂർ എടുത്തതാണ്, ബട്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ് എടുത്തത്. അതുകൊണ്ടാണ് റൂം കുറച്ച് മെസ്സായിട്ട് ഫീൽ ചെയ്യും. അവരാദ്യം സെറ്റ് ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു വാഷ്റൂം നോർമൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിലും ബെഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ബെഡ്, ദെൻ മിറർ, ഒരു TV യൂണിറ്റ്, പിന്നെ ഒരു കബേർഡ്. അത്രയാണ് റൂമിൻ്റെ നമുക്ക് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ആണിത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് വ്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ, ബട്ട് ഈവനിങ് വ്യൂ ഇതിനേക്കാളും സൂപ്പറായിരുന്നു. ഇതിപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഭൂരിഭാഗം സമയം ഈ ബാൽക്കണിയിലാണ് സ്പെൻഡ് ചെയ്തത്. വേറെ ഒരു റീസണും അതിനില്ല, ജസ്റ്റ് ഈ വ്യൂ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഓൾമോസ്റ്റ് 80% ഓഫ് ദ ടൈം നമ്മൾ ആ ബാൽക്കണിയിൽ തന്നെയായിരുന്നു. ഇത് നമ്മൾ വന്ന് കയറിയ ടൈമിൽ എടുത്ത 2-3 ക്ലിക്സാണ്. സിംഗിൾ ഫോട്ടോ എപ്പോഴും നിർബന്ധമാണ്. കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഒറ്റയ്ക്കുള്ള ലൈഫ് എൻജോയ് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഈവനിങ് വ്യൂ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു റെയിൻബോയിൽ കാണാം. ഇത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത്, നീ ശരിക്കും നോക്കുക, അവിടെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ. അപ്പോഴാണ് ഞാൻ ആ റെയിൻബോ കണ്ടത്. ലൈക്ക് ഭയങ്കര വാവ് ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണില്ലല്ലോ. നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ 2 വാവ് മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നോർമലി എൻ്റെ നാട്ടിലേക്ക് തീരെ മഴ കുറവായിരിക്കും. അപ്പോൾ പൊതുവേ പണ്ട് പറയാറുണ്ട്, അത്രേ കുടയില്ലാത്തൊരു നോങ്ങല്ലൂർക്ക് പോരെ, അങ്ങനെയാണ് പറയുന്നത്. ബട്ട് ദെൻ നമ്മുടെ താലികെട്ടിൻ്റെ ടൈമിൽ എവിടെയും ഇല്ലാത്ത മഴയായിരുന്നു. എന്നാൽ ആ താലികെട്ടിൻ്റെ മുഹൂർത്തത്തിൻ്റെ ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഒരു ഹെവൻലി ബ്ലെസ്സിങ് ആയിരുന്നു. അതേമാതിരി നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ആയിട്ടുള്ളൂ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റെയിൻബോ, ഈ വ്യൂവിൻ്റെ കൂടെ ആ റെയിൻബോ കൂടെ ആയപ്പോൾ ലൈക്ക് പിക്ചർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സൂപ്പർ, വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കാം. ബട്ട് ദെൻ ഞാൻ കുറച്ച് എന്താ പറയുക, വീക്കായതുകൊണ്ടും എന്തോ എനിക്ക് അവിടെ എത്തിയപ്പോൾ മീൻസ് അതിരപ്പള്ളിയിൽ നടന്ന് ഒക്കെ ആയപ്പോൾ കുറച്ച് ടയർഡായിപ്പോയി. അതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ മിസ്റ്റർ ഹസ്ബൻഡ് ക്യാൻസൽ ചെയ്തു. സോ ബാൽക്കണിയിൽ നിന്ന് വ്യൂ ആസ്വദിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ എനിക്ക് അവൈലബിൾ ആയിരുന്നുള്ളൂ. സോ നമ്മൾ അടിപൊളിയായിട്ട് ആ ടൈം എൻജോയ് ചെയ്തു. ഇത് രാത്രി എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, മിഡ്നൈറ്റ്. ആ ടൈമിൽ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. കുറച്ച് ഫോട്ടോസും കേക്ക് കട്ടിങ്.
നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ടാണ് 2 പീസ് ഓഫ് കേക്ക്. എനിക്ക് റെഡ് വെൽവെറ്റ് പൊതുവേ ഇഷ്ടമല്ല, ബട്ട് പീസ് കേക്കിൽ അതാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു. വി ഹാഡ് എ ഗുഡ് ടൈം. ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കല്യാണം കഴിഞ്ഞിട്ട്. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എന്താ പറയുക, നമ്മൾ രണ്ടുപേരും കൂടി അത് കട്ട് ചെയ്തു, ഷെയർ ചെയ്തു. ഇതെനിക്ക് ആളെടുത്ത് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്, ആസ് എ പാർട്ട് ഓഫ് ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്തു തന്ന ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നത്. എന്തോ ഞാനതിൽ കംഫർട്ടബിൾ അല്ലായിരുന്നു, എൻ്റെ കൈ കുറച്ച് തടിയുള്ളത് കൊണ്ട്. ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് എടുത്ത് കാണിക്കണ്ടായിരുന്നില്ല, ഭയങ്കര ഓവറായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത വിഷ്വലാണ്. കേക്കൊക്കെ കഴിച്ച് വീണ്ടും ആ വ്യൂവിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാന്നുള്ളത്, അതാണ് ആൾ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സർപ്രൈസ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു കോഫിയൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ബാൽക്കണിയിലേക്ക് പോയി ചിയേഴ്സൊക്കെ പറഞ്ഞ് കോഫിയൊക്കെ എൻജോയ് ചെയ്ത്. എനിക്ക് ടീ കോഫി അങ്ങനെ ഓവറായിട്ട് ഇഷ്ടമല്ല, ബട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ വ്യൂ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കോഫിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നിന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ ക്ലിപ്പ് എന്തിനെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചായപ്പാട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇതാണ് നമ്മളെടുത്തത്. അത് കഴിഞ്ഞിട്ട് ആ സെഷൻ കഴിഞ്ഞ് കുറച്ച് കോൺഫ്ലേക്സും പാലൊക്കെ എടുത്ത് അവിടെ താഴെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കാൻ വേണ്ടി താഴെ വന്ന് നമ്മളിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ തിരിച്ച് വരുമ്പോഴാണ് ഈ സ്വിങ് കണ്ടത്. അപ്പോൾ ഒരാൾക്കൊരു ആഗ്രഹം അതിൽ കയറി കിടക്കണം. ഞാൻ ആയിക്കോട്ടെ അങ്ങനെ അതിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇവിടെ സൈഡിലൊരു പൂളുണ്ടായിരുന്നു. ദെൻ നമ്മൾ റൂമിലേക്ക് തിരിച്ച് വന്നു. പാക്ക് ചെയ്യാണ്, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ഹൽദിക്കോ എന്തിനോ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ അതെൻ്റെ ബാഗിൽ കിടക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ ആ വ്യൂവിൽ നിന്നിട്ട് അങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോൾ അത് ഒരു 1 സെക്കൻഡ് വീഡിയോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിരപ്പള്ളിയോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.